ഇത് എല്ലാ ചെടികൾക്കും നിറയെ പൂക്കളുണ്ടാകാൻ ഈ വളം മാത്രം മതി. നമ്മുടെ വള്ളിച്ചെടികൾക്കും അതുപോലെ തന്നെ ഓർക്കിഡിനും ഈ വളമൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. അപ്പോൾ കാണാം റിസൾട്ട്. ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് ബിൻ. ഇതിൻ്റെ അടിയിൽ വന്ന് ഈ ലിക്വിഡ് അടിയും. ഇതാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് ബിൻ. ഇത് എനിക്ക് 210 രൂപ നിരക്കിൽ പഞ്ചായത്തിൽ നിന്നാണ് ലഭിച്ചത്. ആദ്യത്തെ ബക്കറ്റ് നിറയുമ്പോൾ ഏറ്റവും അടിയിലെടുത്ത് വയ്ക്കുക. 3 ബക്കറ്റും നിറയുമ്പോഴേക്കും ആദ്യത്തെ ബക്കറ്റ് കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാകും. ഇത് ചക്കയുടെ വേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു ബക്കറ്റിൽ കമ്പോസ്റ്റാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. എന്നാൽ ഇന്ന് ഇട്ട് കാണിക്കുവാൻ വേണ്ടി ചക്കയുടെ വേസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതെന്ന്. അതിനായി നമ്മൾ ഒരു ബക്കറ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഹോൾസ് കാണും. അത് ഹോൾസിലെല്ലാം ഇരിക്കുന്ന അഴുക്കുകളൊക്കെ നമ്മൾ എടുത്തു മാറ്റുക. അല്ലെങ്കിൽ അത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പം നിൽക്കുകയും വെള്ളം അടിയിൽ വന്ന് അടിയുകയുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഈർക്കിൽ വെച്ച് ഈ ഹോളിൽ ഉള്ള അഴുക്കൊക്കെ കുറച്ച് റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസറും കിട്ടും, അധികം സ്മെല്ലൊന്നും ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുറേയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇത് ചക്ക ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ കറയൊക്കെ പിടിച്ചതാണിത്. ഇതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ട്. അതിലിരിക്കുന്ന അഴുക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ഏറ്റവും അടിയിലായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറാണ്. ഇനോക്കുല അടങ്ങിയ ചകിരിച്ചോറാണ് വേഗം കമ്പോസ്റ്റാക്കാൻ നല്ലത്. ചകിരിച്ചോറിട്ടാലും കമ്പോസ്റ്റാക്കി മാറ്റാം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇത് ചകിരിച്ചോർ ഇട്ട് കാണിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ വീട്ടിലുള്ള അഴുകുന്ന മാലിന്യങ്ങളെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പഴത്തിൻ്റെ തൊലിയും ഉള്ളിയുടെ തൊലിയും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നു. ഇതിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള ചക്കയുടെ മാലിന്യം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും മാത്രം ചക്കയുടെ മാലിന്യം ഇട്ട് കൊടുക്കുക. പച്ചക്കറിയുടെ വേസ്റ്റ് കുറച്ച് മതി. ചക്കയുടെ മാലിന്യം വേണം തോനെ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് കിട്ടിയ ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് ഇത്. ചക്കയുടെ മുഴുവൻ ഭാഗവും ഇതിനായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചക്കക്കുരുവും ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവൊക്കെ കണ്ടോ, നന്നായി ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനോക്കുല ഇല്ലാതെ എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അളവ് പറയുന്നത് ഡിറ്റർജൻറ്റ് ബോട്ടിലിൽ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. അതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി. നിങ്ങൾ ചക്ക കൊണ്ട് ഇതുപോലെ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.